SDPIയുമായി രഹസ്യ ബന്ധമുണ്ടെന്നുള്ളൊരു തിരിച്ചറിഞ്ഞതിന്റെ പേരിൽ പെരുമ്പാവൂരിലുള്ള ASI സ്പെഷ്യൽ ബ്രാഞ്ച് ASIയെ ഇപ്പോൾ സസ്പെൻഡ് ചെയ്തു എന്നൊരു വാർത്തയാണ് പുറത്തു വരുന്നത്. അങ്ങനെയെങ്കിൽ ഒരു ചോദ്യമുണ്ട്, കേരള പോലീസിന്റെ പച്ച വെളിച്ചം അണഞ്ഞിട്ടില്ലേ? ഇല്ല എന്ന് വേണം പറയാൻ. കേരള പോലീസിൽ കത്തി നിൽക്കുന്ന പച്ച വെളിച്ചം തീവ്രവാദ സംഘടനകളുമായി ബന്ധമുള്ള പോലീസുകാരുടെ ഒരു വാട്സാപ്പ് കൂട്ടായ്മയാണ് പച്ച വെളിച്ചം. ആ പച്ച വെളിച്ചം അണഞ്ഞിട്ടില്ല, ഇതുവരെ അണഞ്ഞിട്ടില്ല, അണയ്ക്കാൻ സാധിച്ചിട്ടില്ല എന്ന വിവരമാണ് ഈ പെരുമ്പാവൂരിലെ ഈ സംഭവം തെളിയിക്കുന്നത്. അത് പുറത്തുവിടുന്നത് അതിനെക്കുറിച്ചുള്ള സൂചനകളാണ്. അതായത് പെരുമ്പാവൂരിലെ ഒരു സ്പെഷ്യൽ ബ്രാഞ്ച് ASI ആണ് സലീം. ഈ സലീമിനെയാണ് ഇപ്പോൾ വകുപ്പ് തല അന്വേഷണത്തിന്റെ ഭാഗമായി സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. സലീം ചെയ്തിരിക്കുന്ന കുറ്റം ഒരു SDPI നേതാവ് VK ഷൗക്കത്ത് അലി എന്ന് പറയുന്ന ആ പ്രദേശത്തുള്ള ഒരു SDPI പ്രാദേശിക നേതാവുമായിട്ട് വളരെ അടുത്ത ബന്ധം പുലർത്തുന്നു എന്ന് കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് സലീമിനെ ഇപ്പോൾ വകുപ്പ് തല അന്വേഷണം നടത്തി SP-യുടെ നേതൃത്വത്തിൽ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. അതിന്റെ കാരണം എന്താന്ന് വെച്ചാൽ, ഈ പോലീസുകാർക്കെല്ലാം വീട്ടു സാധനങ്ങൾ വാങ്ങാനായിട്ട് ക്യാൻറ്റീൻ കാർഡുണ്ട്. അവർക്കെല്ലാം ഇപ്പൊ ജില്ലകളിലെല്ലാം ക്യാൻറ്റീനുകളുണ്ട്. ഈ ക്യാൻറ്റീനുകളിൽ വില കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാം. പലവ്യഞ്ജനം ഉൾപ്പെടെയുള്ള വീട്ടു സാധനങ്ങളും ഗൃഹോപകരണങ്ങളും ഒക്കെ വാങ്ങാൻ സാധിക്കും. അത് പോലീസിന്റെ ഉള്ളിൽ അതിനൊരു സംവിധാനം ഗവൺമെന്റ് തുടങ്ങി ഒക്കെ ചെയ്യുന്നതാണ്. അപ്പോൾ അത്തരത്തിൽ ഇവർക്ക് കൊടുത്തിരിക്കുന്ന കാർഡ് അവരുടെ വളരെ അടുത്ത ബന്ധുക്കൾ ഉപയോഗിക്കും. ഇപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥനാണെങ്കിൽ അദ്ദേഹത്തിന്റെ ഭാര്യ ഈ കാർഡുമായിട്ട് വന്ന് സാധനങ്ങൾ വാങ്ങും. ചിലപ്പോൾ സഹോദരങ്ങൾ വന്ന് വാങ്ങും. വളരെ അടുത്ത് ബ്ലഡ് റിലേഷൻ ഉള്ളവർ ഈ കാർഡ് ഉപയോഗിക്കാറുണ്ട്. അത് സാർവത്രികമായിട്ട് നമ്മൾ പൊതുവെ കാണുന്നതാണ്. പട്ടാളക്കാർക്കും ഒക്കെ ഇത്തരത്തിൽ കാർഡുകളുണ്ട്, അത് ഉപയോഗിക്കാറുണ്ട് അവരുടെ ഏറ്റവും അടുത്ത കുടുംബാംഗങ്ങൾ. ഇപ്പോൾ പട്ടാളത്തിൽ ജോലി ഉണ്ടായിരുന്ന ഒരാൾ എക്സ് സർവീസായി മരിച്ചുപോയി, ആ ഭാര്യ മരിക്കുന്നത് വരെ ആ കാർഡ് ഉപയോഗിക്കാം. അതിന് അത്തരത്തിലുള്ള ചില സംവിധാനങ്ങളുണ്ട്. ഇരിക്കട്ടെ, ഇവിടെ ഇപ്പോൾ ഈ പോലീസ് സലീമിന്റെ കാർഡ്, ക്യാൻറ്റീൻ കാർഡ് ഷൗക്കത്ത് അലിയുടെ കയ്യിൽ എങ്ങനെ വന്നു എന്ന ചോദ്യമാണ് ഉയരുന്നത്. ഇതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ ഈ സലീം നൽകുന്ന വിശദീകരണം, വകുപ്പ് തല അന്വേഷണത്തിൽ സലീം നൽകിയ വിശദീകരണം, ഈ കാർഡ് ഞാൻ എൻ്റെ സഹോദരന് ഉപയോഗിക്കാനായിട്ട് കൊടുത്തു, സഹോദരന്റെ കയ്യിൽ നിന്ന് അതെങ്ങനെയോ ഷൗക്കത്ത് അലിക്ക് കിട്ടി എന്നാണ്. എന്തായാലും ഇവർ തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ആഴത്തിൽ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ പോലീസ്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ സ്പെഷ്യൽ ബ്രാഞ്ച് എന്ന് പറയുന്നത് പോലീസിന് വേണ്ടി തന്നെ പോലീസിനുള്ളിൽ നടക്കുന്ന ഒരു രഹസ്യാന്വേഷണ വിഭാഗമാണ്, ഒരു രഹസ്യാന്വേഷണ പ്രക്രിയയാണ്. അതായത് ഒരു പ്രദേശത്ത്, ഒരു സ്റ്റേഷനിൽ ഒരു സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥര് 2-3 പേര് കാണും. അവർ വളരെ കൃത്യമായിട്ട് നാട്ടിൽ നടക്കുന്ന പല കാര്യങ്ങളും രഹസ്യമായിട്ട് അന്വേഷിച്ച് സ്റ്റേഷൻ ഹൗസ് ഓഫീസർക്ക് റിപ്പോർട്ട് കൊടുക്കും. സ്റ്റേഷൻ ഹൗസ് ഓഫീസറാണ് അത് മുകളിലേക്ക് റിപ്പോർട്ട് കൊടുക്കുന്നത്. ഇത് സ്പെഷ്യൽ ബ്രാഞ്ച് സാധാരണ CPOമാരുണ്ടാവും, അതിനു മുകളിൽ ASIമാരുണ്ടാവും, സ്പെഷ്യൽ ബ്രാഞ്ച് SIമാരുണ്ടാവും, സ്പെഷ്യൽ ബ്രാഞ്ച് സർക്കിളുമാരുണ്ടാകും, സ്പെഷ്യൽ ബ്രാഞ്ച് DYSPമാരുണ്ടാകും. പിന്നെ അതിന് മുകളിലേക്ക് ഇന്റലിജൻസ് ADGP, ഇന്റലിജൻസ് IG, ഇങ്ങനെയാണ്. ഇന്റലിജൻസ് IGക്ക് മുകളിലാണ് ഇന്റലിജൻസ് ADGP വരുന്നത്. എങ്കിലും ഈ ഒരു ശ്രേണിയിലാണ് അത് പോകുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഈ രഹസ്യാന്വേഷണം നടത്തുന്ന, രഹസ്യമായി വിവരങ്ങൾ ശേഖരിക്കുന്ന ആ വിഭാഗത്തിലെ ഒരു ഉദ്യോഗസ്ഥന്, ഒരു ASIക്ക് ഇതുപോലെ ഒരു നിരോധിത തീവ്രവാദ സംഘടനയായ പോപ്പുലർ ഫ്രണ്ടുമായിട്ട് ബന്ധമുണ്ട് എന്ന് കരുതപ്പെടുന്ന, അങ്ങനെ അവരുടെ രാഷ്ട്രീയ മുഖമാണ് എന്ന ആക്ഷേപവും ആരോപണവും നേരിടുന്ന SDPയുമായിട്ട് ബന്ധമുണ്ട് എന്ന് പറയുമ്പോഴാണ്, അവർ തമ്മിൽ ഒരു അന്തർധാരയുണ്ട് എന്ന് മനസ്സിലാകുമ്പോഴാണ് ഈ നമ്മുടെ പോലീസ് സേന തന്നെ ഒന്നടങ്കം ഞെട്ടുന്നത്. മുമ്പ് നമുക്കറിയാം, ഈ തൊടുപുഴ, പെരുമ്പാവൂർ, മൂവാറ്റുപുഴ ഒക്കെ കേന്ദ്രീകരിച്ച് പച്ച വെളിച്ചം എന്നൊരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. ആ വാട്സാപ്പ് ഗ്രൂപ്പിനെ കുറിച്ച് മനസ്സിലാക്കുന്നത്, ആ വാട്സാപ്പ് ഗ്രൂപ്പിലെ ഈ പറയുന്നത് പോലെ പോലീസ് RSSന്റെയും BJPയുടെയും CPMന്റെയും കോൺഗ്രസിന്റെയും ഒക്കെ രാഷ്ട്രീയ നേതാക്കളെ കുറിച്ച്, RSS ഒരു രാഷ്ട്രീയ പാർട്ടി അല്ല എങ്കിലും അതൊരു സാംസ്കാരിക സംഘടനയാണ്, അവരുടെ രാഷ്ട്രീയ മുഖമാണ് BJP. അപ്പൊ അങ്ങനെയുള്ള അതിനെക്കുറിച്ച് കൃത്യമായിട്ട് വിവരങ്ങൾ ശേഖരിക്കും. കാരണം അത് അവരുടെ ആവശ്യമാണ്. ഇത്തരം ആൾക്കാർക്ക് നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയ സംഘർഷത്തിനൊന്നും ഒരു കുറവുമില്ല. അപ്പോൾ അതൊക്കെ നിയന്ത്രിക്കാനും അവിടെ രാഷ്ട്രീയ കൊലപാതകങ്ങൾ ഇല്ലാതെയാക്കാനും ഒക്കെ വേണ്ടി പോലീസ് ഇവരുടെ എല്ലാം വിവരങ്ങൾ ശേഖരിക്കും. അങ്ങനെ ശേഖരിച്ചു വെച്ച വിവരങ്ങൾ ഈ പച്ച വെളിച്ചം വാട്സാപ്പ് ഗ്രൂപ്പിലൂടെ ചോർന്ന് പോപ്പുലർ ഫ്രണ്ടിന്റെ കയ്യിലെത്തി എന്നാണ് മുമ്പ് പുറത്തു വന്ന വിവരം. അത് ചെറിയ കാര്യമല്ല. അതിന്റെ അടിസ്ഥാനത്തിൽ പോപ്പുലർ ഫ്രണ്ട് RSSന്റെ നേതാക്കളെ കൊലപ്പെടുത്താനുള്ള RSS നേതാക്കളുടെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കിയത്രേ. ആ ലിസ്റ്റും പുറത്തു വന്നു.
അപ്പൊ ഇത്തരം ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തു വന്നിട്ടും ഈ വാട്സാപ്പ് ഗ്രൂപ്പിനെ, പച്ച വെളിച്ചം എന്ന് പറയുന്ന വാട്സാപ്പ് ഗ്രൂപ്പിനെ നിയന്ത്രിക്കാനും അല്ലെങ്കിൽ ഈ പോപ്പുലർ ഫ്രണ്ടിന്റെ കേരള സേനയ്ക്കുള്ളിലെ, പോലീസ് സേനയ്ക്കുള്ളിലെ പ്രവർത്തനം ഇല്ലാതാക്കാനും അതിനെ പൂർണ്ണമായിട്ടും നശിപ്പിക്കാനും നമുക്ക് സാധിച്ചിട്ടില്ല എന്നാണ് അതിന്റെ ഏറ്റവും ഒടുവിലത്തെ തെളിവാണ് ഈ സംഭവം. ഈ സലീമിന്റെ ക്യാൻറ്റീൻ കാർഡ് ഒരു SDPI നേതാവ്, ഷൗക്കത്ത് അലി എന്ന SDPI നേതാവിന്റെ കൈകളിൽ എത്തിയിരിക്കുന്നു. ഇതത്ര ചെറുതായിട്ട് കാണാൻ കഴിയുന്നതല്ല, നിസ്സാരമായിട്ട് തള്ളിക്കളയാൻ സാധിക്കുന്നതല്ല. ഇതിനെ ചുറ്റിപ്പറ്റി കൂടുതൽ വിശദമായി അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ അത് ഏത് തരത്തിലാണ്, എങ്ങനെയൊക്കെയാണ് അന്വേഷണം പുരോഗമിക്കുന്നത് എന്നുള്ള വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല. എന്തായാലും നമുക്കറിയാം, പെരുമ്പാവൂർ എന്ന് പറയുന്നത് വളരെ സെൻസിറ്റീവായ ഒരു സ്ഥലമാണ്. നിരവധി ബംഗ്ലാദേശികൾ അവിടെ നിന്ന് പിടിയിലാകുന്നു. വിധ്വംസക പ്രവർത്തനങ്ങളുടെ ഒരു കേന്ദ്രമായി ബംഗ്ലാദേശ് മാറിയിരിക്കുന്നു. എറണാകുളം റൂറൽ SP നേതൃത്വത്തിൽ ഓപ്പറേഷൻ ക്ലീൻ എന്നൊരു പ്രോജക്റ്റ് തന്നെ അവിടെ നടപ്പായി വരികയാണ്. ഈ പെരുമ്പാവൂര്, അതുപോലെ തന്നെ പെരുമ്പാവൂരിന് സമീപമുള്ള പ്രദേശങ്ങൾ, മൂവാറ്റുപുഴ, അതുപോലെ അങ്കമാലി തുടങ്ങിയ നിരവധി സ്ഥലങ്ങളിൽ നിന്ന്, എന്തിന് ഈ ആലുവയ്ക്കിപ്പുറത്ത് വടക്കൻ പറവൂരിനടുത്തെന്ന് പോലും ബംഗ്ലാദേശികൾ പിടിയിലായി. ഏതാണ്ട് കുടുംബസമേതം താമസിച്ചിരുന്ന ബംഗ്ലാദേശികൾ ഇവിടെ വ്യാജ ID കാർഡിൽ വസ്തു വാങ്ങി, വ്യാജ ആധാർ കാർഡ് ഉപയോഗിച്ച് വസ്തു വാങ്ങി ചെറിയ വീടുകൾ നിർമ്മിച്ച് താമസിക്കുന്നവർ, ഭാര്യ ഭർത്താക്കന്മാർ, ഇവരെല്ലാം പിടിയിലായിരിക്കുകയാണ്. ഇവരെ നിരന്തരമായിട്ട് ചോദ്യം ചെയ്യുന്നു, അവരെ ഇവിടുന്ന് ഡീപ്പോർട്ട് ചെയ്യാനുള്ള നടപടികൾ നടക്കുന്നു. ഇതൊക്കെ ഉള്ള ഒരു സാഹചര്യത്തിൽ ഈ പെരുമ്പാവൂർ പോലൊരു സ്ഥലത്ത് നിന്ന് ഇത്തരത്തിൽ SDPIയുമായിട്ട് ബന്ധപ്പെട്ട് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഇങ്ങനൊരു ബന്ധം സ്ഥാപിച്ചിരിക്കുന്നു, ഇയാളുടെ ക്യാൻറ്റീൻ കാർഡ് ഈ SDPI നേതാവ് ഉപയോഗിക്കുന്നു എന്ന ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ പുറത്തു വന്നിരിക്കുന്നത് വാർത്തയായിട്ടുണ്ട്. ഇതിപ്പോൾ മിക്കവാറും എല്ലാ മുഖ്യധാര ചാനലുകളും ഈ വാർത്ത പുറത്തുവിട്ടിട്ടുണ്ട്. നമ്മളെ സംബന്ധിച്ച് കൂടുതൽ ഭയക്കേണ്ടതാണ്, അതും പെരുമ്പാവൂരിൽ തന്നെ സംഭവിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. പെരുമ്പാവൂർ മറ്റൊരു രാജ്യമായി മാറിയിരിക്കുന്നു എന്ന ആക്ഷേപം BJP നിരവധി കാലങ്ങളായിട്ട് ഉയർത്തുന്നതാണ്. പ്രത്യേകിച്ചും ഈ പറയുന്നത് പോലെ ബംഗാളിൽ നിന്നുള്ള ഇതര സംസ്ഥാന തൊഴിലാളികൾ, ബംഗാളികളും ആസാമികളും ധാരാളമായി തിങ്ങിപ്പാർക്കുന്ന സ്ഥലമാണ് പെരുമ്പാവൂർ. പക്ഷേ ഈ ബംഗാളികൾക്കിടയിൽ, അവിടെ ബംഗാൾ കോളനി പോലും ഉണ്ട്, ആ ബംഗാളികൾക്കിടയിൽ ബംഗ്ലാദേശികൾ വലിയ തോതിൽ നുഴഞ്ഞു കയറിയിരിക്കുന്നു. കേരളത്തിൽ ലക്ഷത്തിലധികം ബംഗ്ലാദേശികളുണ്ട്. ഏതാണ്ട് 2 ലക്ഷത്തോളം ബംഗ്ലാദേശികൾ കേരളത്തിലേക്ക് കടന്നിട്ടുണ്ട് എന്ന ഒരു അനൗദ്യോഗിക കണക്ക് പോലുമുണ്ട്. ഈ സാഹചര്യത്തിലാണ് SDPIയുമായിട്ട് കേരള പോലീസിലെ ഒരു ഉദ്യോഗസ്ഥന്, അതും ഒരു ചെറിയ തീരെ താഴെത്തട്ടിൽ ജോലി ചെയ്യുന്ന ഒരു ഉദ്യോഗസ്ഥനല്ല, ഒരു പോലീസ് ഡ്രൈവറോ മറ്റോ അല്ല. പക്ഷെ അവിടെ വീണ്ടും ഒരു ചോദ്യം വരില്ല, ഇപ്പൊ SDPI നിരോധിച്ചിട്ടില്ല. അപ്പൊ ഇത്തരത്തിൽ ഒരു കാർഡ് കൊടുക്കുന്നതിലൂടെ, ഇപ്പം സഹോദരന് കൊടുത്തു, സഹോദരന്റെ സുഹൃത്താണോ എന്താണെന്നുള്ള തെളിവ് വന്നിട്ടില്ല. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇത് അന്വേഷണത്തിലേക്ക് എത്രമാത്രം പ്രയോജനം? അത് ഒട്ടും നിസ്സാരമായിട്ട് കാണാവുന്ന കാര്യമല്ല. കാരണം ഈ പോലീസ്, നമുക്ക് അറിയാമല്ലോ, ഒരു കാർഡ്, ഇത്തരത്തിലുള്ള ഒരു കാർഡ് നമ്മൾ എന്തായാലും അത്രയൊന്നും അടുപ്പമില്ലാത്ത ഒരാളിന് ഉപയോഗിക്കാൻ കൊടുക്കില്ല. വളരെ അടുപ്പമുള്ള, വളരെയധികം നമുക്ക് അറിയുന്ന ഒരാളിനാണ് നമ്മൾ ഈ കാർഡ് കൊടുക്കുക. ഇപ്പോൾ എൻ്റെ തന്നെ ചില ബന്ധുക്കൾ പോലീസിലും മറ്റും വർക്ക് ചെയ്യുന്നവരുണ്ട്, പട്ടാളക്കാരുണ്ട്, അവരുടെ കാർഡുകളുണ്ട്. നമ്മൾ ആരും അത് വാങ്ങിച്ച് ഉപയോഗിക്കാറില്ല. ഇപ്പോ ഫ്രിഡ്ജ്, TV അങ്ങനെയുള്ള ഗൃഹോപകരണങ്ങൾ വാങ്ങാൻ അവിടെ വളരെ വിലക്കുറവാണ്. ആ വിലക്കുറവ് അത് പട്ടാളക്കാർക്കും പോലീസുകാർക്കും കിട്ടുന്ന ഒരു ആനുകൂല്യമാണ്. ആ ആനുകൂല്യത്തെ ബന്ധുക്കൾ തട്ടിയെടുക്കാൻ നിൽക്കുന്നത്, അല്ലെങ്കിൽ ബന്ധുക്കൾ അത് ഉപയോഗിക്കുന്നത് ശരിയല്ല എന്ന് തന്നെയാണ് എൻ്റെ പക്ഷം. ഇത് ബന്ധു പോലുമല്ല. അപ്പൊ ഈ ആളുമായിട്ട് എന്താണ് സൗഹൃദം? ഈ ആള് എന്തുകൊണ്ട് ഈ ASIക്ക് ഇത്ര വേണ്ടപ്പെട്ടവനായി? ഇതിന്റെ ചോദ്യത്തിന് ഉത്തരം കിട്ടിയേ മതിയാവുള്ളൂ. കൃത്യമായിട്ട് അത് അന്വേഷിച്ച് കണ്ടെത്തണം. എന്തായാലും അതിപ്പോ മുകൾ തട്ടിലേക്ക്, ഇന്റലിജൻസ് ബ്യൂറോ പോലെയുള്ള നമ്മുടെ മറ്റ് ഏജൻസികളിലേക്ക്, NIA പോലെയുള്ള ഏജൻസികളിലേക്ക് ഇതിന്റെ വിവരം ചെന്നിട്ടുണ്ടാകും. അവരിത് വളരെ കൃത്യമായിട്ട് അന്വേഷിക്കുന്നുണ്ടാവും. ഒരു പക്ഷേ അവരുടെ അന്വേഷണത്തിന്റെ റിപ്പോർട്ട് അല്ലെങ്കിൽ അവരുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കാം ഈ ASI സസ്പെൻഡ് ചെയ്യപ്പെട്ടത് എന്ന് പോലും എനിക്ക് തോന്നുന്നുണ്ട്. എന്തായാലും പോലീസ് കൂടുതൽ അന്വേഷിക്കട്ടെ, കൃത്യമായ വിവരം പുറത്തു വരട്ടെ. അതുവരെ ഈ പച്ച വെളിച്ചം അണഞ്ഞിട്ടില്ല എന്ന ഒരു ബോധ്യത്തോടു കൂടി നമുക്ക് മുന്നോട്ട് പോകാം. വളരെ ജാഗ്രതയോടെ ഈ കാര്യത്തെ സമീപിക്കാം.